കഴിഞ്ഞ 2 ദിവസമായി ഉത്തരേന്ത്യയിൽ മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഹിമാചൽ പ്രദേശിലെ നാശനഷ്ടങ്ങളുടെ കണക്ക് പുറത്തു വരുന്നത്. ജൂൺ 20 മുതൽ സെപ്റ്റംബർ മാസം 6-ാം തീയതി വരെ മഴക്കെടുതിയിൽ ആകെ മരണപ്പെട്ടത് 366 ആളുകളാണ്. 3395 വീടുകൾ മഴക്കെടുതിയുടെ ഭാഗമായി തകർന്നു. മാത്രവുമല്ല, നിരവധി പാലങ്ങളും റോഡുകളും ഇല്ലാതായി. 4095 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത്. മാത്രവുമല്ല, ഇനിയുമേറെ ഇടങ്ങളിൽ നാശനഷ്ടങ്ങൾ വിലയിരുത്താനുണ്ട്. പ്രധാനമായും കൃഷിഭൂമി എത്രയധികം നഷ്ടപ്പെട്ടുവെന്നും എത്ര വിളകൾ നഷ്ടപ്പെട്ടുവെന്നും കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലും രാജസ്ഥാനിലും പഞ്ചാബിലുമൊക്കെ ഇപ്പോഴും മഴ ദുരിതം തുടരുകയാണ്. ജമ്മു കാശ്മീരിൽ ലേയിലേക്കുള്ള റോഡ് അത് ഇന്ന് തകർന്നിട്ടുണ്ട്. അതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, പഞ്ചാബിൽ ദുരിതബാധിത പ്രദേശം സെപ്റ്റംബർ മാസം 9-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ എത്ര നാശനഷ്ടമുണ്ടായി എന്നത് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.